നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 690th day. Today, Pradhama Skanda 6th chapter 9th ശ്ലോകം. For details, please see the discussion box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 690-ാം ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകം. ഓം തത്സത്. ഏകദാ നിർഗതാം ദേഹാത് ദുഹന്തി നിശിഖാംപതി. സർപ്പോദശത്പദാ സ്പൃഷ്ട കൃപാണാം കാലചോദിത. ഓം തത്സത്. ഏകദാ നിർഗതാം ഗേഹാ ദുഹന്തിം നിശിഖാംപതി. സർപ്പോദശത്പദാ സ്പൃഷ്ട കൃപാണാം കാലചോദിത. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഏകദാ നിർഗതാം ഗേഹാത് ദുഹന്തി ദുഹന്തി നിശി ഗാം പതി. സർപ്പോ അദശത് പദ പദ ആസ്പൃഷ്ട കൃപണാം കാലചോദിത. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഏകദ ഒരു നാൾ, നിർഗത പുറപ്പെട്ടവളും, ഗേഹാത് ഗൃഹത്തിൽ നിന്ന്, നിശി രാത്രി, ഗാം പതി വഴി. പതി ഗാം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തു, പതി വഴിയിൽ. സർപ്പോ അദശത് സർപ്പ സർപ്പ എന്ന് പറഞ്ഞാൽ സർപ്പം. അദശത് ഭ്രംശിച്ചു. പദ ആസ്പൃഷ്ട പദ എന്ന് പറഞ്ഞാൽ കാല്, കാൽ കൊണ്ട്. ആസ്പൃഷ്ട അല്പം സ്പർശിക്കപ്പെട്ട. കാലചോദിത കൃപണാം. കൃപണാം എന്നത് ദുഃഖിതയായിട്ടുള്ള അമ്മ. അമ്മ എപ്പോഴും ദുഃഖിതയായിട്ടുള്ള പാവപ്പെട്ട. കാലചോദിത കാലിനാൽ പ്രേരിക്കപ്പെട്ട. സർപ്പത്തെയാണ് കാലിനാൽ പ്രേരിക്കപ്പെട്ടതുകൊണ്ടാണ് സർപ്പം അമ്മയെ കടിച്ചത് എന്ന് പറയുന്നത്. ഒരു ദിവസം രാത്രി, ഒരു നാൾ ഗൃഹത്തിൽ നിന്നും പുറപ്പെട്ടവളായിട്ടുള്ള ദുഃഖിതയായിട്ടുള്ള ആ അമ്മ പശുവിനെ കറക്കുവാൻ വേണ്ടി രാത്രി പുറത്തു പോയപ്പോൾ കാലാൽ സർപ്പത്തിനെ സ്പർശിക്കുകയും അല്പമായി സ്പർശിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. സ്പർശിക്കുകയും കാലടി തട്ടിയതിനാൽ കാലപ്രേരിതനായ ആ സർപ്പം അമ്മയുടെ കാലിൽ കടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. രാത്രി പാൽ കറക്കാൻ പോയ അമ്മയെ ഒരു സർപ്പം കടിച്ചു എന്നുള്ളതാണ് നാരദർ ഇപ്രകാരം വിവരിക്കുന്നത്. സർപ്പം കടിച്ചത് ദോഷം കൊണ്ട്, കാലത്താൽ പ്രേരിതമായിട്ട് ആണ് സർപ്പം അമ്മയെ കടിച്ചത്. അമ്മ ദുഃഖിതയായിട്ട് എപ്പോഴും തൻ്റെ മകനെ നോക്കുന്നത് പോരാ, തൻ്റെ മകനെ തനിക്ക് വേണ്ട വിധം ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ദാസിയായതിനാൽ തനിക്ക് വേണ്ടത്ര പരിഗണന മകന് നൽകാൻ കഴിയുന്നില്ല എന്ന കാര്യത്തിൽ അമ്മ എപ്പോഴും ദുഃഖിതയായിരുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അതേ തന്നെ ഇപ്പോഴും പറയുന്ന കൃപണയായിട്ടുള്ള ദുഃഖിതയായിട്ടുള്ള അമ്മ ഒരു ദിവസം രാത്രി ഗൃഹത്തിൽ നിന്ന് പുറത്തുപോയി പശുവിനെ കറക്കാൻ പോയപ്പോൾ രാത്രി കറക്കാൻ പോയപ്പോൾ കാൽ കൊണ്ട് ഒരു സർപ്പത്തെ സ്പർശിച്ചു. ആസ്പൃഷ്ട അല്പം സ്പർശിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ സ്പർശിച്ച ആ സർപ്പം കാലൻ എന്ന് പറഞ്ഞാൽ മരണദേവതയാണ് കാലൻ. ആ ധർമ്മദേവനാൽ പ്രേരിക്കപ്പെട്ട ആ സർപ്പം, അതായത് അമ്മയ്ക്ക് മരണസമയം എടുത്തതിനാലാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് കാണിക്കുകയാണ്. സ്പർശിക്കപ്പെട്ട ആ സർപ്പം ആ അമ്മയെ ഭ്രംശിച്ചു, കടിച്ചു. അങ്ങനെ ആ അമ്മ മരിച്ചു എന്ന് കാണിക്കാനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ദുഃഖിച്ചുകൊണ്ട് കഴിയുമ്പോൾ ഒരു നാൾ പശുവിനെ കറക്കുവാൻ രാത്രി വീട്ടിൽ നിന്നും പുറത്തുപോയ എൻ്റെ അമ്മ
കാലടി തട്ടിയതിനാൽ കാലപ്രേരിതനായ ഒരു സർപ്പം അമ്മയുടെ കാലിൽ കടിച്ചു എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏകദാ നിർഗതാം ഗേഹാത് ദുഹന്തീമി ശിഖാംപതി സർപ്പോ ദശത്പദാസ്പൃഷ്ട കൃപണാം കാലചോദിത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.